ഏഷ്യ ലൈവ് ടി വിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. അഗ്നികോൺ അഗ്നികോൺ നമുക്ക് പല ദിക്കുകളുണ്ട്. ഒന്ന് വായുകോണ് വടക്ക് പടിഞ്ഞാറ്, ഒന്ന് ഈശാനകോണ് വടക്ക് കിഴക്ക്, ഒന്ന് നിരർതി കോണ് അതായത് കന്നിമൂല തെക്ക് പടിഞ്ഞാറ്, ഒന്ന് അഗ്നികോണ് തെക്ക് കിഴക്ക്. അപ്പം നമ്മുടെ അഗ്നികോണം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ തരുന്ന ഒരു ദിക്കാണ് തെക്ക് കിഴക്ക് എന്ന് പറയുന്നത്. ഇപ്പം ഈ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള, അതായത് രണ്ട് നെഗറ്റിവിറ്റികളാണ് തെക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാനമായും വരുന്നത്. ഒന്ന് സെപ്റ്റി ടാങ്ക്. അവിടെ സെപ്റ്റി ടാങ്ക് വരികയാണെങ്കിൽ ഗൃഹത്തിൽ ധനനഷ്ടവും സ്ത്രീകൾക്ക് ദോഷവുമൊക്കെ തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് മൂലം ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ടോയ്ലറ്റ് വന്നിരുന്നാലും വീട്ടിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. പൈസ എത്ര വന്നാലും കയ്യിൽ നിൽക്കില്ല, ചിലവായി പോകുന്നൊരവസ്ഥ. അപ്പം ടോയ്ലറ്റോ സെപ്റ്റി ടാങ്കോ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വരാനായിട്ട് പാടില്ല. വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. അതുപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് കിണറും പാടില്ല. കിണറിൻ്റെ രാശി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് വടക്ക് കിഴക്കാണ്, അവിടെ മീനൻ രാശിയാണ് ഏറ്റവും ഉത്തമമായിട്ട്. വടക്ക് കിഴക്ക് ഭാഗത്ത് നമുക്കത് കിണർ ചെയ്യാവുന്നതാണ്. ഒരു കാരണവശാലും തെക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വരാൻ പാടില്ല. കിണർ വന്നാൽ സ്ത്രീകളെ അത് സാരമായി ബാധിക്കും. അപ്പോൾ തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റി ടാങ്കോ കിണറോ വേസ്റ്റ് വാട്ടറിൻ്റെ കുഴിയോ ടോയ്ലറ്റോ വരാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്തരത്തിലൊരു ദോഷം തെക്ക് കിഴക്ക് ഭാഗത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുകളുണ്ടാവാം, സാമ്പത്തികമായിട്ട് വളരെയധികം പ്രശ്നങ്ങൾ വീട്ടിലുണ്ടാവാം. അതുപോലെ തന്നെ കുടുംബത്തിലെ മൂത്ത മകൾക്ക് അവരുദ്ദേശിക്കുന്ന കണക്കുള്ളൊരു പ്രോഗ്രസ് ഇല്ലാത്ത ഒരവസ്ഥയും ഈ ഒരു സാധനം കൊണ്ടുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കൂ. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.